വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BA BSc 5th സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. അതർ ദാൻ BCom ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, BCom ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ അല്ലെങ്കിൽ BCom കോഴ്സ് എടുക്കാത്ത വേറെ ആരെങ്കിലും ഈ പറയുന്ന 5th സെമിസ്റ്ററിന് ഓപ്പൺ കോഴ്സ് കൊമേഴ്സ് ആണ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് മോഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. പാർട്ട് 1 നമ്മളതിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്സും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ കൊമേഴ്സിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് 1 കാണുക. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം മീനിങ് എഴുതണം. രണ്ടിൻ്റെയും മീനിങ് എഴുതണം. എന്താണ് ട്രഡീഷണൽ കൊമേഴ്സ് എന്നും എന്താണ് കൊമേഴ്സ് എന്നും എഴുതുക. അതിന് ശേഷമാണ് നിങ്ങൾ കോളം വൈസ് ആയിട്ട് എഴുതേണ്ടത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ട്രഡീഷണൽ കൊമേഴ്സ് എന്നാൽ എന്താണെന്ന്. Traditional commerce is a branch of business which focuses on the exchange of products and services and includes all those activities which encourages exchange in some way or the other. അതായത് ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഒരു ശാഖ തന്നെയാണ്, ഒരു ബ്രാഞ്ച് തന്നെയാണ്. അതേപോലെ അതിൽ അടങ്ങിയിട്ടുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസാക്ഷനാണ് അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ സാധനങ്ങളിൽ പ്രോഡക്ട്സ് ആയാലും സർവീസസ് ആയാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ആ പറയുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് നമ്മൾ പോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആൾക്കാരിൽ നിന്ന് വാങ്ങുക, ആ ഒരു രീതിയിലാണ്. അല്ലാതെ എന്തില്ല അവിടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളതിന് വിത്തൗട്ട് ഇൻ്റർനെറ്റിൻ്റെ കേസിൽ വരുമ്പോഴാണ് നമുക്ക് ഏത് പറയുന്നത്, ട്രഡീഷണൽ കൊമേഴ്സ്. അതായത് നമ്മൾ ഫിസിക്കൽ തന്നെ നമ്മൾ തന്നെ പോയി സാധനങ്ങൾ വാങ്ങിയെടുക്കുന്നു. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ടച്ച് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഡയറക്റ്റായിട്ട് കാശ് നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ക്യാഷ് നമ്മളവിടെ കൊടുക്കുന്നു, എന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, ഓൺ ദ സ്പോട്ടിൽ സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ, സാധാരണ രീതിയിൽ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഏത് പറയുന്നത്, ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സർവീസസും ആവാം. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. കൊമേഴ്സ് മീൻസ് ക്യാരി ഔട്ട് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി ഓൺ ദ ഇൻ്റർനെറ്റ്. അതായത് കൊമേഴ്സ് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, അതായത് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ബൈയിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നില്ലേ, അതേപോലത്തെ അത് ഇൻഫർമേഷനും ആവാം, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇൻഫർമേഷനും ആവാം. അത് എങ്ങനെയായിരിക്കും, ഇലക്ട്രോണിക്കലി ഓൺ ദ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ഇലക്ട്രോണിക്കലി ഈ പറയുന്നത് മറ്റേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആവാം. സാധനം വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഇൻ്റർനെറ്റ്. അതിന് നമുക്ക് എന്ത് പറയാം, കൊമേഴ്സ് എന്നും പറയാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സും കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, മീനിങ് നിങ്ങൾക്ക് പിടികിട്ടി. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സിൽ ഇത് തമ്മിൽ രണ്ടുപേരും തമ്മിൽ, അതായത് ട്രഡീഷണൽ കൊമേഴ്സും കൊമേഴ്സും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോളം വൈസ് ആയിട്ട് നോക്കാം. ഇനി ഇതിൽ ഫസ്റ്റ് കോളം ട്രഡീഷണൽ കൊമേഴ്സ്, സെക്കൻഡ് കോളം കൊമേഴ്സ് ആണ്. അതിൽ പ്രോസസ്സിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ട്രഡീഷണൽ കൊമേഴ്സിൽ മാനുവലായിട്ടാണ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ എല്ലാം. പക്ഷേ അത് കൊമേഴ്സിലാവുമ്പോൾ അത് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് മെഷീനായിട്ടല്ലേ ചെയ്യുന്നത്. മറ്റേ ട്രഡീഷണലാകുമ്പോൾ മനുഷ്യർ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. കൊമേഴ്സിലാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്, അതായത് ഇലക്ട്രോണിക്കലായിരിക്കും ചെയ്യുക. പിന്നെ അക്സസിബിലിറ്റി, നമുക്ക് എപ്പോഴൊക്കെയാണ് സാധനങ്ങൾ ട്രഡീഷണൽ കൊമേഴ്സിൽ പോയിട്ട് ചെയ്യുക അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റഡ് ടൈം ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് രാത്രി 12 മണിക്കോ 11 മണിക്കൊക്കെ പോയിട്ട് സാധനങ്ങൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞാൽ അതെന്താ പോസിബിൾ അല്ല. അതേപോലെ നേരത്തെ ഒരു 5 മണി 4 മണി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. അതായത് ഓരോ കടകളും അവരുടേതായിട്ടുള്ളൊരു സമയത്താണ് അവരെന്ത് ചെയ്യാറ്, ഓപ്പൺ ചെയ്യാറ്. അപ്പോൾ നമുക്കും ആ സമയങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിൽ, ട്രഡീഷണൽ കൊമേഴ്സിൽ. കൊമേഴ്സിലാകുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓർഡർ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. അതാണ് 24/7/365 എന്ന് പറയാൻ കാരണം. അതായത് ഫുൾ 24 മണിക്കൂറും എല്ലാ ദിവസവും ഫുൾ ടൈമും എന്തുതന്നെയായിരിക്കും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ രാത്രി 11 മണിയാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നമ്മൾ ഓപ്പൺ ചെയ്യും, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ബൈ നൗ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഓപ്ഷനിൽ ചെയ്താൽ മതി. ഏത് സമയത്തും നമുക്ക് പോസിബിൾ ആണ് ചെയ്യാൻ ട്രാൻസാക്ഷൻസ് എല്ലാം. അല്ലെങ്കിൽ അക്സസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അല്ലാതെ ഇന്നതിന് ഈ ഒരു ലിമിറ്റഡ് ടൈം ഇല്ലെങ്കിൽ ലിമിറ്റഡ് പീരീഡ് എന്ന് പറയുന്നത് കൊമേഴ്സിന് ഇല്ല. റൈറ്റ്.
പിന്നെയുള്ളത് ഫിസിക്കൽ ഇൻസ്പെക്ഷനാണ്. അതായത് ട്രഡീഷണൽ കൊമേഴ്സിൽ ഗുഡ്സ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് ഫിസിക്കലി ബിഫോർ പർച്ചേസ്. ട്രഡീഷണൽ കൊമേഴ്സിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നേരിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനെ തൊടാൻ സാധിക്കുന്നു. പക്ഷേ ഇ കൊമേഴ്സിലാകുമ്പോൾ ഗുഡ്സ് കനോട്ട് ബി ഇൻസ്പെക്റ്റഡ് ഫിസിക്കലി ബിഫോർ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനോ അത് ശരിയാണോ കേട് വന്നിട്ടുണ്ടോ എന്നെങ്കിലും നമുക്ക് ടച്ച് ചെയ്തിട്ടൊന്ന് നോക്കാനൊന്നും പറ്റില്ല. ഏതിൽ? ഇ കൊമേഴ്സിൽ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? നെക്സ്റ്റ് ഡിഫറൻസ് കസ്റ്റമർ ഇൻ്ററാക്ഷൻ. അതിൽ ട്രഡീഷണൽ കൊമേഴ്സിൽ ഫേസ് ടു ഫേസും ഇ കൊമേഴ്സിൽ സ്ക്രീൻ ടു ഫേസ് ആണ്. അതായത് ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ കടയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഫേസ് ടു ഫേസ് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ഫേസ് ടു ഫേസിൽ ഇപ്പോൾ സെയിൽസ്മാനും സെയിൽസ് വുമൺസ് ഒക്കെ കടയിലുണ്ടാവും. നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഫേസ് ടു ഫേസ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ട്രഡീഷണലിൽ. പക്ഷേ ഇ കൊമേഴ്സിലാകുമ്പോൾ നമുക്ക് അവിടെ സാധനങ്ങൾ എടുത്ത് തരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ജസ്റ്റ് ഓർഡറിലേ ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ്? സ്ക്രീനിൽ കണ്ടിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റിനെ ടിക്ക് ഇട്ടിട്ട് ബൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നേ. അല്ല നമ്മൾ അവിടുത്തെ ആൾക്കാരെ ഫേസ് ടു ഫേസ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇ കൊമേഴ്സിൽ സ്ക്രീൻ ടു ഫേസ് ആണ്, ഫേസ് ടു ഫേസ് അല്ല. റെഡി? ഇനിയുള്ളത് എന്താ? സ്കോപ്പ് ഓഫ് ബിസിനസ്. ട്രഡീഷണൽ കൊമേഴ്സിൽ ലിമിറ്റഡ് ടു പെർട്ടിക്കുലർ ഏരിയ. ഏതൊക്കെ ഏരിയ കവർ ചെയ്യണത്? ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഏരിയ, കുറച്ച് ഏരിയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ ഇ കൊമേഴ്സിലാകുമ്പോൾ വേൾഡ് വൈഡ് റീച്ചാണ്. കാരണം വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേൾഡ് വൈഡിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടെ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു ചെറിയൊരു ഏരിയയിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തോ ഏതെങ്കിലും ഒരു കടയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിനെ കുറിച്ച് ചിലപ്പോൾ അടുത്ത എന്താ പറയുക ഡിസ്ട്രിക്റ്റ് പോലും ചിലപ്പോൾ ആൾക്കാർ അറിയണമെന്നില്ല. ഇല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക സ്റ്റേറ്റ് കടന്ന് വേറെ കൺട്രികളിലൊക്കെ എത്താൻ സാധിക്കുക? അത് എന്താ പറയുക റെയറായും കിട്ടത്തില്ല. ട്രഡീഷണലിൽ പറ്റില്ല. പക്ഷേ ഇ കൊമേഴ്സിലാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് വേൾഡ് വൈഡ് റീച്ച് ആവും. റെഡി? പിന്നെ അടുത്ത ഡിഫറൻസ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച്. ട്രഡീഷണൽ കൊമേഴ്സിൽ നോ യൂണിഫോം പ്ലാറ്റ്ഫോം ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ. നമുക്ക് ഇവിടെ ഒരു നമ്മൾ സാധാരണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ നോ യൂണിഫോം, ഒരേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമോ ഇല്ല. ഡിഫറെൻറ്റ് കടകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫോർമേഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലത്തെ ഒരു മാനദണ്ഡത്തിൽ തന്നെ പോകണമെന്നേ ഇല്ല. കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതും വ്യത്യാസം. അപ്പോൾ പച്ചക്കറി കടയിലുള്ള ഒരേ മാനദണ്ഡമായിരിക്കില്ല നമ്മൾ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിനുണ്ടാവുക, തൊട്ടടുത്തുള്ളതല്ല മെഡിക്കൽ ഷോപ്പിലുണ്ടാവുക, തൊട്ടപ്പുറത്തുള്ള ഗോൾഡിൻ്റെ ജ്വല്ലറിയുടെ ഷോപ്പുകളിലുള്ളത് വ്യത്യാസമായിരിക്കും. പക്ഷേ ഇൻഫോർമേഷൻ കൈമാറുന്നത് രീതികൾ തമ്മിൽ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇവർക്ക് ഇത്ര സമയത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇത്ര സമയത്തിന് ക്ലോസ് ചെയ്യണം, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ അവരൊന്നും പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു ഇൻഫോർമേഷൻ ഏതിലില്ല, ട്രഡീഷണൽ കൊമേഴ്സിലില്ല. ഇ കൊമേഴ്സിൽ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് എ യൂണിഫോം പ്ലാറ്റ്ഫോം ഫോർ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോളിസീസ് എല്ലാവർക്കും ഒരേപോലെയാണ്. ഇപ്പോൾ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോസ് ഇടണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യണമെങ്കിൽ അതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണോ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്ന ആ പറഞ്ഞ പോളിസീസ് എല്ലാം നമ്മൾ എന്താ പറയുക പാലിച്ചിരിക്കണം. വെബ്സൈറ്റ് നമ്മൾ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം ഓൺലൈനിൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന സെയിം മാറ്റേഴ്സ് ആയിരിക്കും എല്ലാവർക്കും. എല്ലാ ആൾക്കാരും ഇതേപോലെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇൻഫോർമേഷൻസ് അവർക്ക് എൻട്രി ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ എല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കും. സെയിം ഇൻഫോർമേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, സെയിം പ്ലാറ്റ്ഫോം ആയിരിക്കും എല്ലാവർക്കും. അവിടെ ചെറിയ ബിസിനസ് വലിയ ബിസിനസ് എന്ന് പറയുന്ന ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നും ഏതിലില്ല, ഈ കൊമേഴ്സിലില്ല. സെയിം എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോമാണ് നൽകുന്നത്. റെഡി? അപ്പോൾ ഇൻഫോർമേഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറിച്ച് ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം, എവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നു, അതിൻ്റെ റേറ്റ്, അതേപോലെ തന്നെ ആ ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ടാവില്ല, അതേ ഓപ്ഷൻസ് തന്നെ ബാക്കി എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവുക. ആ പ്രൊഡക്റ്റിൻ്റെ അവരുടേതായിട്ട് രീതിയിൽ എഴുതും. പക്ഷെ അതിൻ്റെ വേറെ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും സെയിം തന്നെയാണ്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ രീതിയും പ്ലാറ്റ്ഫോം എന്ത് തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കും. റെഡി? അടുത്ത ഡിഫറൻസ് റിസോഴ്സ് ഫോക്കസ്. ട്രഡീഷണൽ കൊമേഴ്സിൽ സപ്ലൈ സൈഡ് ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഇ കൊമേഴ്സിലാകുമ്പോൾ അത് ഡിമാൻഡ് സൈഡിലും. ഓക്കെ. എത്രത്തോളമാണ് ഡിമാൻഡ് സാധനങ്ങൾ വിറ്റ് പോകുന്നത്, എത്രത്തോളം ഉണ്ട് അവരുടെ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സൈഡിലായിരിക്കും അവരെന്ത് ചെയ്യുക, എത്രത്തോളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത്. ഏതിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും? ഇ കൊമേഴ്സിൽ ഡിമാൻഡ് സൈഡും, നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സിലാകുമ്പോൾ അത് സപ്ലൈ സൈഡും.
ഓക്കെ, എത്ര എണ്ണം സപ്ലൈ ചെയ്തു എത്ര എണ്ണം സപ്ലൈ ചെയ്തു എന്നുള്ള ഇതായിരിക്കും ഇവർക്ക് മെയിനായിട്ട് അവരെന്ത് ചെയ്യാറ് നോക്കാറ്. കാരണം നേരിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അവർക്ക് അറിയാൻ സാധിക്കുമല്ലോ. മറ്റേതാകുമ്പോൾ അവരുടെ ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. ദെൻ മാർക്കറ്റിംഗ്, അടുത്ത ഡിഫറൻസ് മാർക്കറ്റിംഗ്. ട്രഡീഷണൽ കൊമേഴ്സിൽ 1 വേ മാർക്കറ്റിംഗ് ആയിരിക്കും, പക്ഷേ ഇ കൊമേഴ്സിൽ 1-to-1 മാർക്കറ്റിംഗ് ആയിരിക്കും. നമ്മുടെ ഈ പറഞ്ഞ ട്രഡീഷണൽ കൊമേഴ്സിൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ റൂട്ട്, സാധനങ്ങൾ മാനുഫാക്ചർ ടീമിൽ നിന്ന് വാങ്ങുന്നു, അങ്ങനെ ഡയറക്റ്റ്. അതിന് ഇടയിൽ കുറേ ചെയിൻസ് ഉണ്ട്, അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു, റീറ്റെയിലേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് 1 വേ മാർക്കറ്റിംഗ് സെക്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇ കൊമേഴ്സിൽ 1-to-1 മാർക്കറ്റിംഗ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതായത് എങ്ങനെയാ സാധനങ്ങൾ പല രീതിയിൽ മോഡൽസ് ഉണ്ട്, അതായത് ബിസിനസ് ടു ബിസിനസ് ഉണ്ട്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ബിസിനസ് ടു ഗവൺമെൻറ് ഉണ്ട്, ആ രീതിയിലൊക്കെ ആവാം. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഇതിൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് അവിടെ നിന്ന് വാങ്ങുന്നു, അത് കഴിഞ്ഞ ശേഷം കസ്റ്റമറുടെ കയ്യിൽ നിന്നടക്കം റിവ്യൂ അടക്കം നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. നമ്മുടെ അടുത്തും ചോദിക്കാം, നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അത് സ്റ്റാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമൻറ്റുകളും അല്ലെങ്കിൽ റിവ്യൂ ഫീഡ്ബാക്കും അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ ഉണ്ടാവും. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഉണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നതും എങ്ങനെ തന്നെ ആയിരിക്കും, മോഡൽസ് ഓഫ് മാർക്കറ്റിംഗ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു ബിസിനസ്സിൽ നിന്ന് വേറെ ബിസിനസ് ടീമുകാർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് കേട്ടിട്ടില്ലേ. കസ്റ്റമർ ടു കസ്റ്റമർ എങ്ങനെയാണ്, നമ്മൾ OLX ഒക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളത് വേറെ ആൾക്കാർക്ക് തന്നെ വിൽക്കുന്നു, അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ട് വിൽക്കില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ ആവാം. ഓക്കെ, പിന്നെയുള്ളത് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ കൊമേഴ്സിൽ ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ക്രെഡിറ്റ് കാർഡൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ട്രഡീഷണൽ കൊമേഴ്സ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. പക്ഷേ ഇ കൊമേഴ്സിലാകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയാലും ഇതൊക്കെ എന്തായിരിക്കും, ഡെബിറ്റ് കാർഡിൻ്റെ സെക്ഷൻസിലൊക്കെ ആണെങ്കിൽ നമ്പർ കൊടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നേരിട്ട് കയ്യിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഫണ്ട് എന്താ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. റെഡി? ഇത്രയുമാണ് ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര പോയിൻറ്റ്സും എഴുതുകയും ചെയ്യാം. ഇനി ഇതല്ലാതെ എക്സ്ട്രാ ഇനിയും വേറെ പോയിൻറ്റ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇനി അടുത്തതും കൂടി ഞാൻ പറയാൻ പോകുന്നുണ്ട്, ആ വീഡിയോസും കൂടി സ്കിപ്പ് ചെയ്യാതെ കാണും. ഓക്കെ, അടുത്ത ടൈപ്പിൽ ഞാൻ ഈ വേറൊരു കുറച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സും ട്രഡീഷണൽ കൊമേഴ്സും തമ്മിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നിരിക്കുന്ന വീഡിയോയുടെ ഒപ്പം തന്നെ താഴെ നിങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് എളുപ്പം അതെടുത്ത് എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. അതിന് മാർക്കിൻ്റെ ബേസിൽ എഴുതിയാൽ മതി. ഇവിടെ ഇതിൽ പറയുന്നത് ഇ കൊമേഴ്സും ട്രഡീഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണൽ കൊമേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആദ്യം പറയുന്നത് റെഡ്യൂസ് ഡാറ്റ എറർ. അതിൽ ഇ കൊമേഴ്സിൻ്റെ കേസിൽ ഡസ് നോട്ട് ഇൻവോൾവ് ഡാറ്റ അറ്റ് മൾട്ടി പോയിൻറ്റ്സ്. ഡാറ്റ ഗോസ് ഡയറക്ട്ലി ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ ഇൻവോൾവിങ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഇവിടെ ഇ കൊമേഴ്സിൻ്റെ കേസിൽ പറയുന്നത്, ഇവിടെ ഇതിൽ ഇ കൊമേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടി പോയിന്റിന് വേണ്ടി കുറേ ഒരു കാര്യം എഴുതി തന്നെ റിപ്പീറ്റഡ് ഓരോ ബുക്കിലേക്ക് എഴുതുന്നില്ല. ഏതിൽ? ഇ കൊമേഴ്സിൽ എഴുതുന്നില്ല. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ എഴുതിയാൽ അത് കമ്പ്യൂട്ടർ വൈസ് ആയിട്ട് തന്നെ ഇലക്ട്രോണിക്കലി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. കാരണം നമ്മളല്ലല്ലോ ഇരുന്ന് എഴുതി ഒരു ബുക്കിൽ നിന്ന് വേറെ ബുക്കിലേക്ക് എഴുതി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴല്ലേ ഒരു മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ കമ്പ്യൂട്ടർ ബേസിൽ തന്നെ കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് അവിടെ എറർ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഏതിൽ? ഇ കൊമേഴ്സിൽ. അപ്പോൾ ട്രഡീഷണൽ കൊമേഴ്സിലാവുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ എറർ കൂടാനാണ് ചാൻസ്. കാരണം ദ ബയ്യർ ആൻഡ് ദ സെല്ലർ ക്രിയേറ്റ് purchase order on their system and send it to their trading partner. The receiver or seller then re-enter the same informations on the computer which will create data error. കാരണം ഇവിടെ ബയ്യറും സെല്ലറും അവർ പർച്ചേസ് ഓർഡർ കാര്യങ്ങളെല്ലാം തന്നെ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് ഓർഡറായിട്ട് അവർ എഴുതി അല്ലെങ്കിൽ റെഡിയാക്കി അത് ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് അയച്ചു കൊടുക്കുകയോ അതേപോലെ തന്നെ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടക്കം അവരെന്ത് ചെയ്യും, അതേ ഇൻഫോർമേഷൻസ് തന്നെ വീണ്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, റീ എൻ്റർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിലേക്കാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഇവർ തന്നെയായിരിക്കും റീ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ തന്നെ കുറേ പ്രോസസ്സ് വന്നു അല്ലേ. കുറേ ആൾക്കാർ കുറേ ബുക്കുകളിൽ എഴുതിയ ശേഷം പിന്നീടായിരിക്കും നമുക്ക് ആ പറഞ്ഞ പ്രോസസ്സ് അതിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ട്രഡീഷണൽ കൊമേഴ്സിൽ അവിടെ ഒരു ഡാറ്റ എറർ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ചിലപ്പോൾ മേ ബി എന്താവാം, എറർ ഉണ്ടാവാം. അപ്പോൾ ജസ്റ്റ് എഴുതി വെക്കണം നിങ്ങൾ എന്താ മതി, ഡാറ്റ എറർ എന്ന് പറയുന്നത് കുറവ് ഇ കൊമേഴ്സിലും ട്രഡീഷണൽ കൊമേഴ്സിൽ കൂടുതലും എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസ് കോസ്റ്റ്. Initial cost of e-commerce is very high as compared to paper process,
ബട്ട് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. ഇവിടെ ഇ കൊമേഴ്സിൻ്റെ കേസിൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിലവിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇ കൊമേഴ്സിൽ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ പീരീഡ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പീരീഡ് അല്ലേ, നമ്മളത് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ നമുക്ക് എന്തായിരിക്കും പൈസ കൂടുതലായിരിക്കും വേണ്ടത് ആസ് കമ്പയർഡ് ടു ദ പേപ്പർ പ്രോസസ്സിൻ്റെ കാര്യങ്ങളിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ കോസ്റ്റ് ഇവിടെ കൂടുതലായിരിക്കും. പക്ഷേ ഓവർ എ ലോങ് പീരീഡ് കുറേ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇറക്കിയ മുതലിനെക്കാട്ടും കൂടുതൽ ലാഭമായിട്ടായിരിക്കും വരിക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറയുന്ന ചിലവുകൾ ഇല്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ നേരെ തിരിച്ച് എങ്ങനെയായിരിക്കും ട്രഡീഷണൽ കൊമേഴ്സിൽ എങ്ങനെയായിരിക്കും ടൈം ഈസ് ഡയറക്ട്ലി ദാറ്റ് ഈസ് ലിങ്ക്ഡ് ടു സേവിങ് ദ മണി. There is repetition of same work at every level and it involves a lot of wastage of time. അതായത് ഇവിടെ ഈ പറഞ്ഞ പേപ്പർ വർക്ക് തന്നെയായിരിക്കും അധികം റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അങ്ങനെ ആകുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സമയം വേസ്റ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇഫ് ദ എറർ ഈസ് എറേസൺ ദാറ്റ് വിൽ ലീഡ് ടു മോർ വേസ്റ്റേജ് ഓഫ് മണി. ഈ പറയുന്ന പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കിയൊക്കെ അത് റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത് അല്ലേ. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് എന്ത് ചെയ്യും, വീണ്ടും റിപ്പീറ്റേഷൻ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ സമയം പോയി, അതേപോലെ തന്നെ അവരുടെ പേപ്പർ അത് തന്നെ വേസ്റ്റായി. അപ്പോൾ അതെല്ലാത്തിൻ്റെ പൈസയും എന്തായിരിക്കും, വേസ്റ്റേജ് ഓഫ് മണിയും ഉണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ റെഡ്യൂസ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 കേസിലായിട്ട് പറയാം. ഇ കൊമേഴ്സിൽ സ്റ്റാർട്ടിങ് ടൈമിൽ പൈസ ഇറക്കുമ്പോൾ പൈസ കുറച്ച് കൂടുതലാണ്, പക്ഷെ അത് ലോങ് പീരീഡ് ഓരോ കാലം ഇത് കഴിയുന്ന തോറും പൈസ നമുക്ക് അത്ര ഇതായിട്ട് വരില്ല, നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യം നമ്മൾ എന്തായാലും ഒരു മെഷീനും ഈ പറയുന്ന കമ്പ്യൂട്ടറും അതിന് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാനും നെറ്റിൻ്റെ കാര്യത്തിൽ ചെയ്യാനും അങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനുള്ളൊരു കുറച്ച് പൈസ ആവില്ലേ. ആ ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഈ സോഫ്റ്റ്വെയർ റെഡിയാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവുകൾ ആദ്യം വരും. പിന്നീട് പിന്നീട് എല്ലാ പ്രാവശ്യം അതേപോലെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സമയവും ലാഭമാണ്, പൈസയും ലാഭമായിട്ട് വരും. പക്ഷേ നേരെ ട്രഡീഷണൽ ആകുമ്പോൾ നേരെ തിരിച്ചായിട്ടും വരിക. അതായത് പൈസയൊക്കെ ആദ്യമൊക്കെ ഇറക്കുന്ന സമയത്തൊക്കെ നോർമലായിട്ട് തന്നെ മതി, പക്ഷേ റിപ്പീറ്റഡായിട്ട് എഴുതുകയും അത് തെറ്റുകയും ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള സമയം എന്തായാലും വേസ്റ്റായി പോകും, അതേപോലെ തന്നെ ചിലവും കൂടും. ക്ലിയർ? തേർഡ് വൺ, റെഡ്യൂസ് പേപ്പർ വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇ കൊമേഴ്സിൽ പേപ്പർ വർക്ക് എന്താ, നമ്മൾ എഴുതുന്ന കണക്ക് പേപ്പറിലല്ലല്ലോ, അപ്പോൾ അതവിടെ റെഡ്യൂസ് പേപ്പർ വർക്ക് ആയിരിക്കും കുറവ് അല്ലേ. ഇ കൊമേഴ്സ് ഡാറ്റ ഇൻ ദ ഇലക്ട്രോണിക് ഫോം മേക്ക് ഇറ്റ് ഈസി ടു ഷെയർ ഇറ്റ് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഇ കൊമേഴ്സിലെ ഡാറ്റാസ് എല്ലാം നമ്മൾ ഇലക്ട്രോണിക് വെയിൽസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. അവിടെ ലെസ് പേപ്പർ വർക്ക് ആയിരിക്കും, അതായിരിക്കും നമ്മൾ ഓരോന്നിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിലാകുമ്പോൾ ഇറ്റ് റിക്വയേഴ്സ് റീ എൻട്രി ഓഫ് ഡാറ്റ അറ്റ് ഈച്ച് ലെവൽ ആൻഡ് റിക്വയേഴ്സ് ലോട്ട് ഓഫ് ടൈം. ഇവിടെ ഓരോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എഗെയിൻ ആൻഡ് എഗെയിൻ അത് എഴുതി കൊടുക്കണം. എന്നിട്ട് ഒരു പ്രാവശ്യം എഴുതി മറ്റവർക്ക് അയച്ചു കൊടുത്തു, അത് വീണ്ടും വേറെവർക്ക് എഴുതി അത് അയച്ചു കൊടുക്കുക, അങ്ങനെ എഴുതി അയച്ചു കൊടുക്കുന്നുണ്ട്. 10 സമയം അവർക്ക് നഷ്ടമാണ്, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. സോ ദ പീക്ക് ടൈം ഈസ് വേസ്റ്റഡ് ഇൻ റീ എൻറ്ററിങ് ആൻഡ് പ്രിൻറ്റിങ് ഓഫ് ദ റിപ്പോർട്ട്. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും എഴുതുക, റെഡിയാക്കി വെക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ സമയവും പോകും. അതേപോലെ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പ്രിൻ്റ് എടുക്കാനും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടായിരിക്കും പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രത്തോളം ഈ പറയുന്ന പേപ്പർ വർക്ക് കൂടുതലായിരിക്കും ഇതിലെ ട്രഡീഷണൽ കൊമേഴ്സിൽ. ക്ലിയർ? പിന്നെയുള്ളത് റെഡ്യൂസ് പ്രോസസ്സിങ് സൈക്കിൾ ടൈം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടൈം എന്ന് എഴുതി വെച്ചാലും മതി, കുഴപ്പമുണ്ടാവില്ല. ഇ കൊമേഴ്സ് റെഡ്യൂസ് ദ പ്രോസസ്സിങ് സൈക്കിൾ ടൈം ഓഫ് കംപ്ലീറ്റ് സൈക്കിൾ ആസ് ദ ഡാറ്റ ഈസ് എൻറ്റർ ദ സിസ്റ്റം ഇറ്റ് ഈസ് സൈമൾട്ടേനിയസ്ലി പ്രോസസ്സഡ്. ഇവിടെ ഇ കൊമേഴ്സിൽ കുറച്ച് സമയം മതി അല്ലേ. അതായത് ഓരോ പ്രവൃത്തി, ഇപ്പോൾ ഓർഡർ കയ്യിൽ കിട്ടി, ഓർഡർ നമ്മൾ മറ്റേ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഫുൾ സർക്കിളിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് സ്പീഡായിരിക്കും. അത് ഇൻഫർമേഷൻ പാസ് ചെയ്യണത് എന്തായിരിക്കും, സ്പീഡിലായിരിക്കും അവിടെ ചെയ്യുക. ഓക്കെ, പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണെങ്കിലും അപ്പോൾ നമുക്ക് കുറച്ച് സമയം മതി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇ കൊമേഴ്സിൽ സമയം കുറച്ച് മതി. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സിൽ പറയുമ്പോൾ വെൻ ദ ബയർ ഓർഡർ ഈസ് ഇൻ പേപ്പർ ഫോർമാറ്റ് ദ ഡാറ്റ ഈസ് റീ എൻറ്റർ ടു ദ സെല്ലേഴ്സ് കമ്പ്യൂട്ടർ അല്ലേ. ബയർ ഒരു ഓർഡർ കൊടുക്കുക പേപ്പർ ഫോർമാറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഡാറ്റാസ് സെല്ലേഴ്സ് കമ്പ്യൂട്ടേഴ്സിൽ റീ എൻറ്റർ ചെയ്യണം. അതിനുശേഷം ദെൻ ഓൺലി പ്രോസസ്സിങ് ക്യാൻ ടേക്ക് പ്ലേസ് വെൻ വിച്ച് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. സെല്ലേഴ്സിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ച് കഴിഞ്ഞ ശേഷം റീ എൻറ്റർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന കൺസ്യൂമേഴ്സ് ടീമുകാർക്ക് എപ്പോഴാണ് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നുള്ളതൊരു പ്രോസസ്സേ അവിടെ നടക്കുന്നത്. ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ശേഷമേ ആ പറയുന്ന പണികൾ നടക്കുകയുള്ളൂ.
അത് സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് ട്രഡീഷണൽ കൊമേഴ്സ്. അപ്പോൾ ടൈമിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് ഇ കൊമേഴ്സും, ട്രഡീഷണൽ കൊമേഴ്സിലാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം വേണം എന്നുള്ളത് നോട്ടുകൾ എഴുതി വെച്ചാൽ മതി. പിന്നെയോ റെഡ്യൂസ് ലേബർ പറയുമ്പോൾ ഇ കൊമേഴ്സിൽ എങ്ങനെ കേസ് വരിക? നോ നീഡ് ടു മെയിൻറ്റെയിൻ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇൻസ്റ്റെഡ് ദർ എറൈസ് ദ നീഡ് ടു മാനേജ് ദ മോർ എഫിഷ്യൻ്റ്ലി. അതായത് ഇവിടെ ഈ പറയുന്ന ആൾക്കാർക്ക് കുറേ ആൾക്കാർ ലേബറിന് പണി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കണമെന്നോ ഇല്ല. കാരണം നമുക്കറിയാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു 5-10 ആൾക്കാർ പണി ചെയ്യുന്നതിൻ്റെ അത്ര സ്പീഡിലും ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താ കുറവാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ലേബർ ചാർജ് എന്ന് പറയുന്നത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇ കൊമേഴ്സിൽ കമ്പയർ ടു ലേബർ റെഡ്യൂസ് ആണ്, കുറച്ച് കുറവായിരിക്കും. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ എന്തായിരിക്കും? നീഡ് ടു മെയിൻറ്റെയിൻ എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ബിക്കോസ് 1/3 ഓഫ് ദി ലേബർ ഫോഴ്സ് ഈസ് എംപ്ലോയ്ഡ് ടു ഫുൾഫിൽ ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. കാരണം എന്താ? ഇവിടെ ലാർജ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് വേണം. കാരണം ഇവിടെ ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ കിട്ടിയാൽ 1/3 ഓഫ് ദാറ്റ് ലേബർ ഫോഴ്സും എന്ത് ചെയ്യണം? ആവശ്യമാണ്. എന്നാലേ ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എങ്കിലും അവർക്കത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള അത്ര ആൾക്കാരുടെ എണ്ണം കുറവും ഇവിടെ ഇ കൊമേഴ്സിൻ്റെ ബേസിൽ. കാരണം കമ്പ്യൂട്ടറാണല്ലോ ചെയ്യുന്നത്, ഓർഡർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതിന് ലെസ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക ലേബർ. പക്ഷേ അവിടെ ട്രഡീഷണൽ കൊമേഴ്സിൽ കൂടുതൽ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയി പറഞ്ഞ പോയിന്റ്? ഡാറ്റ എറർ എന്തായിരുന്നു? ഡാറ്റ എറർ ഇ കൊമേഴ്സിൽ കുറവ്, ട്രഡീഷണൽ കൊമേഴ്സിൽ കൂടുതൽ. കോസ്റ്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സിൽ എന്തായിരിക്കും? സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ, പിന്നെ കാലക്രമേണ അത് നോർമലായിട്ട് വരും. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ എന്താ ആദ്യത്തൊന്നും പൈസ എന്ന് പറയുന്നതിൻ്റെ ചിലവുകൾ പ്രശ്നമായിട്ട് വരില്ലേ. പക്ഷേ അവർ പേപ്പർ റീ എൻട്രിയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതി വരുമ്പോഴേക്കും അവിടെ എന്തുണ്ടാവും? പൈസയുടെ ചിലവ് കൂടുതലായിരിക്കും. പിന്നെ പേപ്പർ വർക്ക് ഇവിടെ കുറവായിരിക്കും, ഇ കൊമേഴ്സിൽ കുറവായിരിക്കും. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ പേപ്പർ വർക്ക് കൂടുതലായിരിക്കും. റെഡ്യൂസ് പ്രോസസ്സിങ് സൈക്കിൾ ടൈം എങ്ങനെയായിരിക്കും? ഇ കൊമേഴ്സിൽ വേഗം കംപ്ലീറ്റ് ആക്കാം, ലെസ് ടൈം മതി. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ ദേ ഗിവ് മോർ ടൈം. ലേബറിൻ്റെ കാര്യത്തിൽ കുറച്ച് ലേബേഴ്സ് മതി, ലെസ് ലേബർ മതി. പിന്നെ ഇവിടെയോ ട്രഡീഷണൽ കൊമേഴ്സിൽ മോർ ലേബർ. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇ കൊമേഴ്സ് എന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നോട്ട് എഴുതി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായി ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.